കർക്കിടക മാസത്തിൽ ഇലക്കറികൾ ധാരാളം കഴിക്കേണ്ട സമയമാണ്. കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട 10 ഇലക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊഴുപ്പച്ചീര. ഇന്ന് നമ്മൾ കൊഴുപ്പച്ചീര കൊണ്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊഴുപ്പയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരു സർവ്വരോഗ സംഹാരി എന്ന് തന്നെ പറയാം. കാരണം അത്രയും വൈറ്റമിൻസും മിനറൽസും കൊഴുപ്പച്ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. ജലാംശം കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കൊഴുപ്പച്ചീര വളരുക. പലയിടത്തും ഇത് കൃഷി ചെയ്യുന്നുമുണ്ട്, പല നാടുകളിലും. കൊഴുപ്പ നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക. കുറച്ച് തേങ്ങ ചെരുകിയതും പച്ചമുളകും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചതച്ചെടുക്കണം. ചതച്ചെടുത്തതിന് ശേഷം അത് ചീരയുമായി മിക്സ് ചെയ്ത് കൊഴുപ്പച്ചീരയുമായി മിക്സ് ചെയ്ത് നല്ലോണം തിരുമ്മി എടുത്തു വയ്ക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് അതിൻ്റെ മേൽ പാൻ കയറ്റി വെച്ച് കടുകും വറ്റൽമുളകും പൊട്ടിച്ച് അതിൽ വേപ്പിലിടുക. ബ്ലഡ് പ്യൂരിഫിക്കേഷന് വളരെയധികം സഹായിക്കുന്ന ഒരു ചീരയാണ് കൊഴുപ്പ. കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർക്ക് കൊഴുപ്പ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കടുകും വറ്റൽമുളകും പൊട്ടിച്ച് വേപ്പിലയിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന കൊഴുപ്പ ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക. മുടി സമൃദ്ധമായി വളരാൻ കൊഴുപ്പ വളരെയധികം സഹായിക്കും. ഇല നല്ലവണ്ണം വലിഞ്ഞു വരുമ്പോൾ, വെന്ത് പാകമായി നല്ലവണ്ണം വലിഞ്ഞു വരുമ്പോൾ അടുപ്പ് നിർത്തി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. നല്ല ആരോഗ്യകരമായ വൈറ്റമിൻസും മിനറൽസും കൊണ്ട് സമ്പുഷ്ടമായ നമുക്ക് സുലഭമായി കിട്ടുന്ന കൊഴുപ്പ ചീരത്തോരൻ റെഡി. ഒമേഗ 3 ധാരാളമായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് കൊഴുപ്പ. മാത്രവുമല്ല ഇമ്മ്യൂണിറ്റി കൂടാനും, അതുപോലെ വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, സി, ഇ ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, മഗ്നീഷ്യം, അയൺ കണ്ടന്റ് ഇതെല്ലാം ധാരാളമുണ്ട്. ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കൊഴുപ്പ. ഈ കോവിഡ് കാലത്ത് പച്ചക്കറിയെല്ലാം കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് നമ്മുടെ പറമ്പിൽ ഒരു വിലയുമില്ലാതെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായ സിദ്ധിയുള്ള ഈ കൊഴുപ്പ ചീര ഉപയോഗിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പിയുമായി കാണാം.